الصلاة والسلام على أشرف المرسلين മൽ ഹിജാസിയ്യത്തു ഹിജാസിയായ മായിൽ പറയുന്ന പാഠം അല്ല മൽ ഹിജാസിയ്യ എന്ന് വെച്ചാല് അങ്ങനെ ഒരു മായ ഉണ്ട്. അള്ളാഹു തആല ഒരു മായ അങ്ങനെ പഠിച്ചേക്ക അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മൽ കേരളീയത്തു എന്ന് പറയൂ. കേരളീയക്കാരുടെ മാന്ന് ഇനി പറയായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട്ടുകാരുടെ മാ അങ്ങനെ പറയാം. പിന്നെ അതുകൊണ്ട് കൊല്ലക്കാരുടെ മാന്ന് അങ്ങനെ പറയും. ഹിജാസിക്കാരുടെ മാന്ന് പറയാൻ കാര്യം മായ്ക്ക് അവര് അമൽ ചെയ്യിപ്പിക്കും ലൈസയെപ്പോലെ. എന്താ മാ ജയ്ദുൻ ഖായിമൻ എന്ന് പറയൊരു നിയമങ്ങളുണ്ട്. അല്ല നിയമങ്ങളുണ്ട്, നിയമം അനുസരിച്ച് അവർ ചെയ്യും. ചില ആൾക്കാർ പറയുമ്പോ മാ അവിടെ കടന്നോട്ടെ അർത്ഥമൊക്കെ കൊടുത്തോളി, അമലൊന്നുമില്ല എന്ന് പറയും. ഹിജാസിക്കാരെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു മുക്കാബലയിൽ ബസറക്കാരുണ്ട്. ബസറ ഹിജാസ് ഇല്ല, ബസറക്കാരൻ തന്നെയുള്ളത്. വമ്മാകലുൽ ബസറത്തി എന്ന് പറയും. പിന്നീട് അല്ലേ ഹിജാസിയുടെ മുക്കാബലയിലെ പിന്നീട് പറയും ഹിജാസിക്കാര്, ബസറക്കാര്, കൂഫക്കാര്. എടാ കൂഫ ബസറ അങ്ങനെ രണ്ടെണ്ണം. ആ കൂഫക്കാര് പെട്ടവരാണ് ഹിജാസിക്കാരെന്ന് പറയുന്നത്. അതിലേക്ക് അങ്ങനെ ഫിൽ ഹിജാസി ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ മായാകുന്നത് കലൈസ ലൈസയെ പോലെയാകുന്നു. വാവ് മായിൽ കടന്നതാ. വമാ അല്ല ഫിൽ ഹിജാസി മായാകുന്നത് കലൈസ ലൈസയെ പോലെയാകുന്നു. ഫിൽ ഹിജാസി ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ. ഫി ലുഗത്തിൽ ഹിജാസി ഏതാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി എന്ന് ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ മാത്രം. ഹിജാസിക്കാര് വേണ്ട, ഹിജാസിക്കാര് തമീമുകാര്, ഹിജാസിക്കാരും എന്ന് പറയും. ഹിജാസിന്റെ മുക്കാബലയിൽ ഹിജാസിക്കാരുടെ മുക്കാബല തമീമുകാരെന്ന. അപ്പം വഫിൽ ഹിജാസി ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ മായാകുന്നത് ലൈസ ലൈസ പോലെയാകുന്നു. ഫിൽ ഹിജാസി എന്നുള്ള ഫി ജാറ് മജ്റൂറാണ്. ഫിൽ ഹിജാസി ജാറ് മജ്റൂറിന്റെ മുത്തഅല്ലഖ് മിസ്ലുലേക്കാണ്. ഏത് മിസ്ലു? കാഫില്ലേ, ആ കാഫ് ഇസ്മിയ കാഫാക്കണം. അപ്പൊ മിസ്ലു ലൈസ എന്നായി. മായാകുന്നത് മിസ്ലു ലൈസ ലൈസയെ പോലെയാകുന്നു. ഫിൽ ഹിജാസി ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ. കാഫിന് മിസ്ലുവിന്റെ മാന കൊടുക്കണം. കാഫിന് മിസ്ലുവിന്റെ മാന കൊടുക്കും, കാഫ് ഇസ്മിയാവും. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഹർഫിയാവും. അർത്ഥം ഒന്ന് തന്നെയാണ്. ഹർഫിയായ കാവും ഇസ്മിയായ കാവും തമ്മിൽ വ്യത്യാസം. ഇസ്മിയായ കാവാകുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? മറ്റൊരു അമൽ ചെയ്യാൻ വരും. അതിനൊരു മഅമൂലുണ്ടാവും. അത് ജാറ് മജ്റൂർ ജുംല അങ്ങോട്ട് എത്തുന്നത്
കാഫിലേക്ക് അത്തുവല്ല മുത്തഅല്ലിഖ്. ഫിൽ ഹിജാസി ഹിജാസിക്കാരുടെ പ്രയോഗത്തിൽ ഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി. 2 മുലാബ് കളഞ്ഞിട്ടുണ്ട് അവിടെ. 2 ഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി എന്നാണ് എൻ്റെ മായാകുന്ന മാമ വൃത്തിയാക്കണം. ഫീ മാലി റഫീൻ ഏട്ടാ മായാകുന്നത് മായയുടെ തന്നെ ഫീ ചെയ്യുന്ന മായ എന്നാണ് ഏട്ടാ. മന്നാഫിയത്ത് മല്ലിജാസിയത്ത് കലൈസലൈസെ പോലെയാകുന്നു. എന്തോടുകൂടെ നിബന്ധന പറയുന്നത് മഅ ബഖായി നഫിയിൻ. നഫീ ബാക്കിയാകണം. നഫീന്റെ അർത്ഥം കിട്ടണം. നഫീ ബാക്കിയാകാതെ വരും ചിലപ്പോൾ. മാ സൈദുൻ ഇല്ലാ ഖായിമൻ എന്ന് പറയും. മാ സൈദുൻ ഇല്ലാ ഖായിമുൻ. സൈദല്ല ഖായിമുൻ നിൽക്കുന്നവനല്ലാതെ അല്ല. അവൻ എന്തായാലും നിൽക്കുന്നവനാണെന്നല്ലേ. അവൻ നഫീ മുറിഞ്ഞു. മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. അവൻ നഫീ മുറിഞ്ഞു. മഅ ബഖായി നഫീൻ നഫീ ബാക്കിയാകലോടുകൂടെ. പിന്നെ വതർത്തീബിൻ മഅമൂലുകൾ ആദ്യം ഇസ്മു വരണം, പിന്നെ ഖബർ വരണം. തർത്തീബോടുകൂടെയും ബിലാ ഇൻ ഇന്നിനെ കൂടാതെയും വരണം. മാ ഇൻ സൈദുൻ ഖായിമുൻ. മാരോട് ഇന്നും വരാതിരിക്കണം. ആ നിബന്ധനകളൊക്കെ ഒപ്പിച്ചുണ്ട്. മുത്തലക്കൻ ആ ഇന്ന് നഫീ ചെയ്യുന്ന ഇന്നായാലും സായിദയായ ഇന്നായാലും ഒരു ഇന്നും വരാൻ പാടില്ല. അല്ല മുത്തലക്കൻ നിരുപാധികം ഒരു ഇന്നും വരാൻ പാടില്ല. സായിദയായ മാണ് ആയാലും ഷർത്തിയായ ഇന്നായാലും നഫീയുടെ ഇന്നായാലും ഇന്നൊന്നും വരാൻ പാടില്ല. അപ്പൊ ഈ നിബന്ധനകൾ അനുസരിച്ചു കൊണ്ടാണ് മായ്ക്ക് അമല് വരുന്നത്. അല്ലെങ്കിൽ മായ്ക്ക് അമലില്ല. ഒന്നാമത്തെ അമല് നഫി ബാക്കിയാണ്. നഫി മുറിഞ്ഞാൽ അമലില്ല. നഫി മുറിഞ്ഞാൽ മാ സൈദുൻ ഇല്ലാ ഖായിമുൻ എന്ന് പറയും. ഖായിമുൻ പറയില്ല. ഇല്ല ഖായിമുൻ. സൈദല്ല ഖായിമുൻ. ഖായിം അല്ലാതെ അല്ല. അപ്പൊ നഫി മുറിഞ്ഞുപോയി. എന്താ അപ്പൊ നഫി എന്തേ ഫിൽ ഹിജാസി ഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി നിർത്തിക്കുന്നില്ലേ. ഐ ഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി എടുത്തില്ലേ അവിടെ. അങ്ങനെ ഇല്ലേടെ അവിടെ. അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ എന്ത് മനസ്സിലാവും? ഫിൽ ഹിജാസിയുടെ അവിടെ 2 മുദാഫ് സങ്കല്പിക്കണം. കിട്ടിയില്ല. ഫീ ലുഗത്തി ഒരു മുദാഫ്, പിന്നെന്തായി അങ്ങനെ വേറെ മുദാഫ്. കണ്ടാ. പിന്നെ ഫീ ലുഗത്തി അഹ്ലിൽ ഹിജാസി മായാകുന്നത് കലൈസ ലൈസയെ പോലെ ആകുന്നു. ഏത് വിഷയത്തിൽ അതിന് പറയുന്നത്? ഏത് വിഷയത്തിൽ എന്ന് പറയാമെന്ന് ഏട്ടാ. ഏത് വിഷയത്തിൽ? ഫീ റഫീൽ ഇസ്മി ഇസ്മിന് റഫഉ കൊടുക്കും, ഖബറിന് റഫഉം കൊടുക്കും. ഇസ്മിന് റഫഉം കൊടുക്കും, ഖബറിന് ഇസ്മു കൊടുക്കും. ആ വിഷയത്തിൽ ഏട്ടാ ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു മാ ഹാദാ ഇല്ലാ ബശറുൻ ബശറൻ എന്ന് നഫി കൊടുക്കണമല്ലോ. മാ ഹാദാ ഇതല്ല ബശർ. മാ ഹാദാ ബശറൻ ഇല്ലാന്നില്ല. മാ ഹാദാ ബശറൻ. മാ ഹാദാ ഇയാളല്ല, ബശറൻ മനുഷ്യൻ അല്ല എന്ന് പറയും. എന്താ മാ ഹാദാ ബശറൻ എന്നത് എവിടെ പറഞ്ഞ? മറ്റേ യൂസുഫ് സൂറത്തിലല്ലേ പറഞ്ഞേ അല്ലേ? ഇല്ലേ? ഫലമ്മാ റഅ ആയതെങ്ങനെ നോദിക്കണം? എല്ലാരും അഭിനയിക്കണം. നോദിക്കാണേ ഒരു കര
മുസമ്മിലെ ആയത്തോത് ഇപ്പൊ എഴുന്നേറ്റ് അടിയിട്ടല്ലേ ഓത്. ഇവന്റെ പേരെന്തോ? ഓതറ. എന്തോ എന്റെ പേര്? മുജീബ്. മുജീബ് എന്നല്ലേ? ജുബൈർ. ജുബൈർ. ജീം എന്തായാലും ഉണ്ട്, അത് മതി. ജുബൈർ ഓത്. മാഹാദാ ബശറൻ എന്താണ്? ഇല്ല മലക്കും കരീം, അങ്ങനല്ലേ ബാക്കിയൊക്കെ ഉണ്ട്. ഉറക്കാൻ ഇല്ല റസൂലിനോ? ഇതേ പോതണ്ട്. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു, അതല്ലേ? ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖുൽന റക ഹസലില്ലാ മാ ഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. അങ്ങനെയാണോ? വെറുതെ കൂതു ആയിട്ട് എന്തിനാ ചങ്ങായിമാരെ ആപ്പിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓടിച്ചോണ്ട്? സൽമാനെ ഒന്ന് ഓതിക്കാണേ. അങ്ങനെ ആപ്പിള് കൊടുത്തതും കത്തി കൊടുത്തതും അങ്ങനെ കത്തഴിന ഐദ്യഹുന്ന എന്നൊക്കെ ആയത്തിനകത്തില്ലേ? അങ്ങനെ കൊണ്ട് മഹാദ ബശറൻ ഓതാന പറഞ്ഞേക്കളോട്. എന്താണ് ആ പാവപ്പെട്ട അശനിയെ പറയിപ്പിക്കും ഈ രണ്ടെണ്ണം. അഹമ്മദ് ഓതുക്കാണേ. മുഹമ്മദ് അറിഞ്ഞൂടെ? മുസമ്മിൽ. എല്ലാരും പേരൊക്കെ അടിപൊളിയാ. എന്നിട്ട് ഹാഫിദ് സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റാ? അലി അക്ബർ. അല്ലാഹു അക്ബർ പറ. എന്താ അലി അക്ബർ പറ, ഓദിക്കാണ്. അതാ നിങ്ങൾക്കൊന്നും അറിയില്ല. മാഹാദ ബശറൻ. മാഹാദ മായുടെ ഇസ്മാണ് അതാന്നുള്ളത്, അതിന്റെ ഖബറാണ് ഏത്? ബശറൻ എന്നുള്ളത്. അപ്പൊ മായുടെ ലൈസയുടെ അമൽ ചെയ്തു. ഖാലല്ലാഹു തആല മാഹുന്ന, ആ പെണ്ണുങ്ങളല്ല, ഉമ്മഹാത്തിയും നിങ്ങളുടെ ഉമ്മമാരല്ല. മൻസൂബുൻ ബി കസറത്തിൻ. ഉമ്മഹാത്തി എന്നുള്ളത് ജമ്മു മുഹമ്മദ് സാലിമിന്റെ മുൽഹഖാത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? കസറത്തോണ്ട് ചെറു ചെയ്തു. നമ്മൾ പണ്ട് തുക പഠിച്ചില്ലേ? വലില്ലിനാഥി ആലിഫുൻ വതാഉ എന്ന് പറഞ്ഞില്ലേ? ഉമ്മഹാത്തിഹിം ഇവിടെ അമൽ ചെയ്തു. മാ അവിടെ അമൽ ചെയ്തു, ഉന്നയ്ക്ക് അമൽ ചെയ്തു, ഉമ്മഹാത്തിക്ക് അമൽ ചെയ്തു. ഹാദ എന്ന് റഫഅ ചെയ്തു, ബശറൻ എന്നതിന് നസ്ബ് ചെയ്തു, ഉന്ന എന്ന് റഫഅ ചെയ്തു, ഉമ്മഹാത്തിക്കും എന്നതിന് നസ്ബ് ചെയ്തു. മഅ ബഖൻ നഫി, ബഖാ നഫി, നഫി ബാക്കിയാകലോടുകൂടെ. മഅ ബഖാഇ നഫിയൻ എന്നാണ്. മഅ ബഖാഇ നഫിയൻ. എന്താ? നഫി ബാക്കിയാകലോടുകൂടെ എന്ത് ചെയ്യുന്നതാണ്? അമൽ ചെയ്യുന്നതാണ്. അപ്പൊ ഫലബിന്ദഖദ മുറിഞ്ഞുപോയാൽ, അന്നഫിയു നഫി അങ്ങ് മുറിഞ്ഞുപോയാൽ, ബില്ല ഇല്ല കൊണ്ട് മുറിഞ്ഞുപോയാൽ, ബത്തലൽ അമലു അമല് ബാത്തിലാകും. നഹു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ. വമാ അംറുന വമാ മുഹമ്മദുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നത് അല്ല, ഇല്ലാ റസൂലും റസൂല് അല്ലാതെ അല്ല. റസൂലാണെന്നായി. അപ്പൊ നബി മുറിഞ്ഞുപോയി. രണ്ട് നബി വരുമ്പോൾ ഒരു മുദ്വത്തല്ലേ?
വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ, നമ്മുടെ കാര്യമല്ല ഇല്ലാ വാഹിദത്തുൻ, ഒന്നല്ലാതെയല്ല. മായിൻ നഫിയാണ്, ഇല്ലയും നഫിയാണ്. രണ്ട് നഫിയുടെ ഒരു മുസ്ബത്തായി. അതുകൊണ്ട് അമലില്ല. മാ സായിദ അംറുനാ മുബ്തദ ഇല്ലാ റബിസ്തനാ വാഹിദത്തുൻ ഖബർ മുസ്തദന മിന്നു ഖബർ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. അല്ല റസൂൽ അല്ലാതെ അല്ല, റസൂല് മാത്രമാണ് എന്ന്. പിന്നെ വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ എന്ന്. ഇനി എന്താ? തർത്തീബും വേണം. അതെങ്ങനെ? ബിഅല്ലാ തഖദ്ദമ ഖബറുഹാ, ആ മായുടെ ഖബർ മുന്തരുത് അലസ്മി അലല്ലിസ്മിനേക്കാള്. അപ്പൊ ഫലോ തഖദ്ദമ ഖബറുഹാ, ഖബർ മുന്തിപ്പോയാൽ ലം തഅമൽ, അമൽ ചെയ്യുകയില്ല. മാ ഖായിമുൻ സയ്യിദുൻ പോലെ, മാ സയ്യിദുൻ ഖായിമൻ എന്നാണ്. അവിടെ എന്തെങ്കിലും സംബന്ധിച്ചു ബിലായി നിന്നു കൂടാതെയും വരണം. ഫൈനിഖ്തറനത്ത്, അപ്പം ആ യോജിച്ചു വന്നാൽ, ബിൻ ഇന്നിനോട് യോജിച്ചാൽ ബത്തലൽ അമലു, അമൽ ബാത്തിലായി. കഖൗലിഹി ഫമാ ഇൻ തിബ്ബുനാ ജുബ്നുൻ വലാകിൻ മനായാനാ വദൗലത്തു ആഖരീനാ. ഫമാ ഇൻ തിബ്ബുന, നമ്മുടെ പതിവ് അല്ല. കണ്ടോ, മായോട് ഇന്നോട് വന്നപ്പം പിന്നെ അമലില്ലാതായി. തിബ്ബുന ജുബ്നുൻ, കണക്കിന് ജുബ്നൻ എന്നാ പറയുന്നത്. ഫമാ തിബ്ബുന ജുബ്നൻ എന്നാ പറയേണ്ടത്. ഇന്ന് വന്നപ്പോ ജുബ്നുൻ, നമ്മുടെ പതിവല്ല. ജുബ്നുൻ പീരുത്വമല്ല. ആദത്തുനാണ് കേട്ടാ. വൽ ജുബ്നു കേട്ടാ. ജുബുൻ 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 ജുബുൻ. വമായിൻ തിബ്ബുന, തിബ്ബ് 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 ത്വാബത്ത് തിബ്ബ് ത്വബബ. ഫമായിൻ തിബ്ബുന ഐ ആദത്തുന, നമ്മുടെ പതിവ് അല്ല. ജുബുനുൻ പീരുത്വമല്ല. പീരുവാവുക എന്നുള്ളത് ശജാഅത്തിന്റെ എതിര്, ധൈര്യവാൻ, അതിന്റെ എതിരാണ് പീരു അല്ലേ? വലാക്കിൻ എങ്കിലും മനായാന, നമ്മുടെ മരണമാവുന്നത്. വദൗലത്തു ആഖരീന, മറ്റുള്ളവരുടെ ഭരണവും ആകുന്നത് സവാഉൻ എന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി. വേണ്ടാ, സവാഉൻ സമമാകുന്നു. മനായാന, ദൗലത്ത് ഭരണം. വേണ്ടാ, ദൗലത്ത് ആഖരീന, മറ്റുള്ളവരുടെ ഭരണവുമാകുന്നത് സവാഉൻ സമമാണ്. നമ്മൾ മരിക്കലും മറ്റവർ ഭരിക്കലും, അതതിൻ്റെ അർത്ഥം. നമ്മൾ പേരുമായിട്ട് പോകില്ല, യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്യാൻ നമ്മൾ മരിക്കുമ്പോൾ മറ്റവർ ഭരിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. സവാഉനെന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി ഖബർ. അവിടെ എന്താ തർക്കി പറഞ്ഞേക്കുന്നത് നിങ്ങൾ കിതാബില്? കിതാബ് തർക്കി പറഞ്ഞിട്ടുണ്ടാവും ബൈത്തില്. ഷവായത് ബൈത്തില്ലടാ അതില്. എവിടെ? അവിടെ തർക്കികളുണ്ടാവും. സൂഫിയുടെ ഷവായത് ബൈത്തിൽ ഖത്തറിനെ എടുത്തു നോക്കുന്നു. എന്ത് ഈ പിള്ളേര്? അതൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല കുട്ടികൾ. പിന്നെ എങ്ങനെ? തർക്കി വേണ്ട. എന്താ ഉള്ളത്? മനായാന, നമ്മുടെ മരണം അല്ലാഹു വിധിച്ചിട്ടുണ്ട്. ഖബറു മുബ്തദ മഹ്ദൂഫിൻ. ഖബറു മുബ്തദ മഹ്ദൂഫിൻ, കളയപ്പെട്ട മുബ്തദ ഖബറാണെന്ന് മനായാന. പിന്നെ അത്ഫുൻ, അത്രയേ ഉള്ളൂ. ആഖരീന മുദാഫിനില്ലേ, അങ്ങനെ പറയുന്നുള്ളൂ അല്ലേ? എന്താ പിന്നെ അങ്ങനെ തന്നെ ആക്കണോ? എന്തിനാ അങ്ങനെയൊക്കെ ആക്കുന്നത്? മനായന മുബ്തദ മുഅഖർ.
എവിടെ കത്തപ്പ് പിന്നെ പിന്നെ മനായാന നമ്മുടെ മരണമാകുന്നത് മനാന്നുള്ള മുതാബിലെ മനീയത്തിന്റെ ജമ്മു മനായ മനീയത്ത് മൗത്തിന് മനീയത്ത് പറയും മനീയത്ത് എന്നുള്ളതേ മൗത്തിന് മനീയത്ത് എന്ന് പറയാറുണ്ട് സാധാരണ അതാണ് മനീയത്ത് മൗത്ത് ഇനി അല്ലെങ്കിൽ പിന്നെ ഖദ്ദറല്ലാഹു അലൈന ബിൽ മനായ വദൗലത്തു ആഖരീന വദൗലത്ത ആഖരീന കളയപ്പെട്ട ഫീലിന്റെ മഫൂലായിട്ടൊക്കെ വെക്കണം. എന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് ഇവിടെ അങ്ങനെയൊക്കെ എഴുതിക്കുന്നത്. നമ്മൾക്ക് ഉസ്താദ്മാർ അർത്ഥം വെച്ച തന്നെ മനായാന നമ്മുടെ മരണമാകുന്നത് വദൗലത്തു ആഖരീന മറ്റുള്ളവരുടെ ഭരണവുമാകുന്നത് സവാഉൻ സമമാകുന്നു എന്നാ ഏട്ടാ. അല്ലെങ്കിൽ പിന്നെ വലാക്കിനെങ്കിലും ഖദ്ദറല്ലാഹു അല്ലാഹു സങ്കൽപ്പിച്ചു കണക്കാക്കി അപ്പം മഫൂലാവും മനായാന നമ്മുടെ മരണവും വദൗലത്ത ആഖരീന മറ്റുള്ളവരുടെ ഭരണവും അല്ലാഹു കണക്കാക്കി എന്ന് നോക്കുമ്പോൾ ഖദ്ദറല്ലാഹു എന്നതിന്റെ മഫൂലാക്കി മനായാനായ വെക്കണം അതിന്റെ മേലെ അത്തുബാക്കി. അല്ലെങ്കിൽ മനായാന നമ്മുടെ മരണമാകുന്നത് വദൗലത്തു ആഖരീന മറ്റുള്ളവരുടെ ഭരണവുമാകുന്നത് സവാഉൻ. ഇനി ഭാവസ്ഥാന്റെ കിതാബ് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ തർക്കീബാണ് കേട്ടാ. ഇനി എന്താ ഷായിന്റെ കൗല് പോലെ ബനി ഖദാനത്തമാഇന്നന്തുമു വലാ ശരീഫൻ വലാകിന്നന്തുമു ഖസഫു. ബസ്